സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 2-5 തീയതികളിൽ 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 7-ാം തീയതിയാണ്. അതെ അതെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ പെട്ടെന്ന് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിൻ്റെ കാര്യമോ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എത്തി. പഞ്ചായത്ത് ഇലക്ഷൻ വന്ന് ഇനി നോമിനേഷൻ കൊടുക്കാൻ 3 ദിവസമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഇതുവരെ നമ്മളെ സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുത്തിട്ടില്ല, ആരാ നിശ്ചയിച്ചിട്ടില്ല. ബാക്കിയുള്ള വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു കഴിഞ്ഞ്. തീരുമാനം ഇന്നാവണം, അതിനാണിപ്പം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ നമ്മുടെ വാർഡിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാത്തത്. എതിർ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മളെ സ്ഥാനാർത്ഥി ആരാന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ഇതിൽ എനിക്ക് നിൽക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്. നിൽക്കണില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും നിൽക്കോ ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? വിദ്യാഭ്യാസ ഒരു പ്രശ്നമുണ്ടാ അന്നെയാണോ ഉദ്ദേശിച്ചത്? എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കണ്ട. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ. അതെ, ആയ കാലത്ത് കുറെ നിന്നല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് അടിക്കും. വായിൽ പല്ലില്ല എന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ അണികളിൽ ആരും നിന്നിട്ട് ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും വലിയ പ്രശ്നങ്ങളാണ് നമ്മളെ മുകളിലുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ മെനക്കെട്ടാലും നമ്മൾ ജയിക്കൂല. നമുക്കിപ്പം വേണ്ടിയത് ഈ നാട്ടിൽ ജനസമ്മതിയുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്കൊക്കെ പ്രിയങ്കരനായ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ ജനസമ്മതിയുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ആരുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. എല്ലാവരും തീരുമാനം കാണോ? അതിൽ മാറ്റില്ല. അയാൾ വേറെ കേസിൽ പ്രശ്നം. ഞാനൊരാളെ നിർദ്ദേശിക്കാം, പക്ഷെ ആൾ നിൽക്കുമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആളെ പേര് പറയും, ആളൊക്കെ നമുക്ക് നിർത്തിക്കുക. നമ്മുടെ മന്മഥ മാഷായാലോ? മന്മഥ മാഷ് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ മന്മഥ മാഷക്ക് നല്ല പ്രായമുണ്ട്, മൂപ്പര് നിൽക്കും തോന്നില്ല. നമുക്കൊരു പണി ചെയ്യാം. മൂപ്പർക്ക് 2 ആൺകുട്ടികളുണ്ടല്ലോ, 2 മിടുക്കന്മാരാ. ഒരുത്തൻ എന്തോ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ മാസാണ്, ഒരുത്തൻ മറ്റേ കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങി. ഓരിൽ 2 ആളിൽ ഒരാൾ നിന്നിട്ടേ നമ്മൾ കഴിച്ചു. ഈ മന്മഥ മാഷ കുടുംബം പോലൊരു കുടുംബം നമ്മൾ ഈ ദേശത്ത് ഏടുണ്ട്.